ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി, അതായത് നമ്മുടെ പവർ സിസ്റ്റം ഡൈനാമിക്സ് ആൻഡ് കൺട്രോളിലെ ഫസ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ടിംഗ് ആണ് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി. അപ്പോൾ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? സിസ്റ്റം ടു റിമെയിൻ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, അതായത് എന്താണ്, എന്തൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായാലും അത് റീഗെയിൻ ചെയ്ത് തിരിച്ച് ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന അതിനെയാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പം ഈസ് ഡിഫൈൻഡ് as that property of a power system that enables it to remain in a state of operate in equilibrium under normal operating condition and to regain an acceptable state of equilibrium after being subjected to a disturbance. അതായത് നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ എന്താണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലും അതുപോലെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാലും തിരിച്ച് റീഗെയിൻ ചെയ്ത് ഒരു അക്സെപ്റ്റബിൾ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ എത്തണം. അതാണ് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നമുക്കിവിടെ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റിയെ പല രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് ആംഗിൾ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പം ദ എബിലിറ്റി ഓഫ് ഇൻ്റർകണക്റ്റഡ് സിങ്ക്രണസ് മെഷീൻസ് ടു ഓപ്പറേറ്റ് ഇൻ എ സ്റ്റേബിൾ കണ്ടീഷൻ. സിങ്ക്രണസ് മെഷീൻസ്, അതായത് ഇൻ്റർകണക്ട് ചെയ്തേക്കുന്ന സിങ്ക്രണസ് മെഷീൻസ് ഒരു സ്റ്റേബിൾ കണ്ടീഷനെ ഓപ്പറേറ്റ് ചെയ്യുന്ന അതിനെയാണ് എന്താണ് ആംഗിൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ വോൾട്ടേജ് സ്റ്റെബിലിറ്റി എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് എ പവർ സിസ്റ്റം ടു മെയിൻറ്റെയിൻ എ സ്റ്റഡി അക്സെപ്റ്റബിൾ വോൾട്ടേജ്. ഒരു അക്സെപ്റ്റബിൾ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് വോൾട്ടേജ് സ്റ്റെബിലിറ്റി. അതുപോലെ നമ്മുടെ എന്താണ് നോൺ ഓസിലേറ്ററി ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, ഓസിലേറ്ററി ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ അതിനെ നമ്മൾ ഓസിലേറ്ററി ഇൻസ്റ്റെബിലിറ്റി സെപ്പറേറ്റ് ചെയ്തിട്ട് ലോക്കൽ മോഡ്, ഇൻ്റർ ഏരിയ മോഡ്, കൺട്രോൾ മോഡ് ആൻഡ് ടോർഷണൽ മോഡായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോക്കൽ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസിലേഷൻസ് ഒക്യുർ അറ്റ് വൺ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഓർ എ സ്മോൾ പാർട്ട് ഓഫ് സിസ്റ്റം. അതായത് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ പാർട്ടിൽ ഉള്ള എന്താണ് ഓസിലേഷൻസ് ഉണ്ടാകുന്നതിനാണ് ലോക്കൽ മോഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻ്റർ ഏരിയ മോഡ് എന്ന് പറയുന്നത് എന്താണ്? സ്വിങ്ങിങ് ഓഫ് മെനി മെഷീൻസ് ഇൻ വൺ ഏരിയ വിത്ത് റെസ്പെക്ട് ടു അതർ മെഷീൻസ്. അതായത് ഒരു വേറെ മെഷീൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു രണ്ട് മെഷീൻസ് അത് തമ്മിലുള്ള ഒരു ഓസിലേഷനാണ് ഇൻ്റർ ഏരിയ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൺട്രോൾ മോഡ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റഡ് വിത്ത് ജനറേറ്റഡ് യൂണിറ്റ്സ് ആൻഡ് അതർ കൺട്രോൾ. അതായത് ഫുൾ ജനറേറ്റഡ് യൂണിറ്റ്സിൻ്റെ ഇതിനെയാണ് കൺട്രോൾ മോഡ് എന്ന് പറയുന്നത്. ദെൻ ടോർഷണൽ മോഡ് എന്ന് പറയുമ്പം എന്താണ്, നമ്മൾ ടർബൈൻ ജനറേറ്റഡ് ഷാഫ്റ്റ് സിസ്റ്റം അതിൻ്റെ കൺട്രോളേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വെച്ചിട്ടുണ്ടാകുന്നതാണ് ടോർഷണൽ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, നമുക്ക് ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റി, അതുപോലെ മിഡ് ടേം സ്റ്റെബിലിറ്റി, ലോങ് ടേം സ്റ്റെബിലിറ്റി അങ്ങനെയൊക്കെയുണ്ട്. അതെന്ന് വെച്ചാൽ ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റി എന്താണ്? എബിലിറ്റി ഓഫ് പവർ സിസ്റ്റം ടു മെയിൻറ്റെയിൻ സിങ്ക്രോണിസം വെൻ സബ്ജക്റ്റഡ് ടു ലാർജ് ആൻഡ് സഡൻ ഡിസ്ചാർജ്. പെട്ടെന്നൊരു വലുതായിട്ടോ അല്ലെങ്കിൽ ഒരു സഡൻ ആയിട്ടോ ഉള്ള ഒരു ഡിസ്ചാർജ് വരുമ്പോഴത്തേക്കും പവർ സിസ്റ്റം ആ സിങ്ക്രോണിസത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിൻ്റെ ഒരു എബിലിറ്റിയാണ് ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ മിഡ് ടേം സ്റ്റെബിലിറ്റി എന്താണ്? സിങ്ക്രണൈസിങ് പവർ ഓസിലേഷൻ ബിറ്റ്വീൻ മെഷീൻ ഇൻക്ലൂഡിങ് എഫക്റ്റ് ഓഫ് സം ഓഫ് സ്ലോവർ ഫിനോമിന. അതായത് ഇതുപോലെ തന്നെ ലാർജ് വോൾട്ടേജ് അല്ലെങ്കിൽ ഫ്രീക്വൻസി വേരിയേഷൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തിരിച്ച് സിങ്ക്രണൈസത്തിൽ എത്താനുള്ള ആ ഒരു എബിലിറ്റി. പിന്നെ ലോങ് ടേം എന്ന് പറയുന്നത് നമ്മൾ വലിയ ഡിസ്റ്റർബൻസസ് വരുമ്പോൾ ഉണ്ടാകുന്നതിനാണ് ലോങ് ടേം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിതിൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ ജനറേറ്റർ റെപ്രസെൻറ്റഡ് ബൈ ക്ലാസിക്കൽ മോഡ്. ഇത് നമുക്ക് തേർഡ് മോഡ്യൂളിലും ഈ ഒരു സംഭവം പഠിക്കാനുണ്ട്. ഇതെന്ന് വെച്ചാൽ നമുക്ക് തേർഡ് മോഡ്യൂളിൽ നമ്മൾ സ്മോൾ സിഗ്നൽ സ്റ്റെബിലിറ്റി ഓഫ് സിംഗിൾ മെഷീൻ ഇൻഫിനിറ്റ് ബസ് സിസ്റ്റം അതിലും ഈ സെയിം പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് വെച്ചാൽ നമുക്ക് സ്വിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഇതും കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് മോഡ്യൂളിൽ ഈ ഒരു പോർഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജനറേറ്റർ റെപ്രസെൻറ്റഡ് ബൈ എ ക്ലാസിക്കൽ മോഡൽ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ജനറേറ്റർ മോഡലാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ലോസസ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്യും. ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ടോട്ടൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് XT ആയിട്ട് എടുത്ത്. അപ്പോൾ നമ്മളിവിടെ റെഫറൻസിന് ജനറേറ്റഡ് വോൾട്ടേജ് ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ E' ആംഗിൾ ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തിട്ട് E' ആംഗിൾ 0 വരും. ദെൻ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ E' ആംഗിൾ ഡെൽറ്റ എന്ന് പറയുന്നത് എന്ത് വരും? E' ആംഗിൾ 0 ആവും. EB ആംഗിൾ 0 എന്ന് പറയുന്നത് എന്താവും? EB ആംഗിൾ മൈനസ് ഡെൽറ്റ എന്നാവും. ഓക്കെ, ഇനി നമ്മൾ IT, അതായത് കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ വോൾട്ടേജ് ബൈ റിയാക്റ്റൻസ് വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ വോൾട്ടേജ് E' ആംഗിൾ 0 മൈനസ് EB
ആംഗിൾ മൈനസ് എക്സ് ടി, അതായത് ആ റിയാക്റ്റൻസിലുള്ള കറണ്ടിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ബൈ ജെ എക്സ് ടി. ഇവിടെ എന്നിട്ട് നമ്മൾ ഈ മൈനസ് ഡെൽറ്റ എന്ത് ചെയ്യും, കോസ് ഡെൽറ്റ മൈനസ് ജെ സൈൻ ഡെൽറ്റ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യും. ദെൻ എല്ലാ ടേംസും നമ്മൾ ഡിനോമിനേറ്റർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ്, നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒരു കോംപ്ലക്സ് പവർ ടേമിൽ എഴുതുവാണ്, അതായത് പി പ്ലസ് ജെ ക്യൂ ഫോമിൽ എഴുതുമ്പോൾ കോംപ്ലക്സ് പവർ ടേം അതിന് നമ്മൾ എന്താണ് ഇ ഡാഷ് ഓഫ് ഐ ടി കോൺജുഗേറ്റ് വെച്ചിട്ട് എഴുതുക. അപ്പോൾ ഐ ടി ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ അതെന്താവും, മൈനസ് ആവും. ഓക്കെ, അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു ഇ ഡാഷ് ഐ ടി കോൺജുഗേറ്റ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ആ രണ്ട് ടേമിൻ്റെയും കൂടെ ഇ ഡാഷും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ ആ രണ്ട് ഇക്വേഷൻ, അതായത് ഇപ്പം നമുക്ക് ഇവിടെയും ഒരു റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് വന്നു. ദെൻ പി പ്ലസ് ജെ ക്യൂ, ആ ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പിക്കും വാല്യൂ കിട്ടും, ക്യൂവിനും വാല്യൂ കിട്ടും. ദെൻ നമ്മുടെ ആക്റ്റീവ് പവർ പി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈസ് ടേക്കൺ ആസ് ദ എയർ ഗ്യാപ്പ് പവർ പി ഇ എന്ന് പറയും. അപ്പോൾ എയർ ഗ്യാപ്പ് ടോർക്ക് എന്ന് പറയുന്നത് ടി ഇ ഈസ് ഈക്വൽ ടു എന്ത് വരും, പി ഇ ബൈ ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് 1 പെർ യൂണിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ട് ടി ഇ ഈസ് ഈക്വൽ ടു പി ഇ വരും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പവറിൻ്റെ റിയൽ പാർട്ട് എന്താണ്, ഇ ഡാഷ് ഇ ബി സൈൻ ഡെൽറ്റ ബൈ എക്സ് ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ഡെൽറ്റ ടി എന്ന് ലീനിയറൈസ് ചെയ്യുമ്പം ഡോ ടി ഇ ബൈ ഡോ ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ എന്താണ്, ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ 0 വെച്ചിട്ട്. ഓക്കെ, വേർ ടി ഇ എന്തായിരിക്കും, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ടി ഇ ആണ്. അപ്പോൾ അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം അവിടെ എന്ത് വരും, കോസ് ഡെൽറ്റ 0 എന്ന് വരും. എന്നിട്ട് നമ്മൾ ആ ടേമിനെ എന്ത് ചെയ്തും, ഡെൽറ്റ ടി ഇ എന്ന് പറയുമ്പോൾ കെ എസ് ഇൻറ്റു ഡെൽറ്റ ആയിട്ട് എഴുതും. അപ്പം കെ എസ് എന്ന് പറയുന്നത് സിങ്ക്രണൈസിങ് കോഎഫിഷ്യൻറ്റ്, അതിൻ്റെ ടേമാണ് നമ്മൾ, അതൊരു കോൺസ്റ്റൻറ്റ് ടേമായിട്ട് എടുത്തു. അതിനെയാണ് നമ്മൾ ഇ ഡാഷ് ഇ ബി കോസ് ഡെൽറ്റ 0 ബൈ എക്സ് ടി ആയിട്ട് എടുത്തത്. ഇനി നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോസ് ഓഫ് മോഷൻ വെച്ചിട്ട് ആക്സിലറേറ്റിംഗ് ടോർക്ക് ടി എ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംഗുലർ ആക്സിലറേഷൻ ആൻഡ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അപ്പം ടി എ എന്താണ്, ആക്സിലറേറ്റിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംഗുലർ ആക്സിലറേഷൻ. ഓക്കെ, തീറ്റ എം എന്ന് പറയുന്നത് എന്താണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡി സ്ക്വയർ തീറ്റ എം ബൈ ഡി ടി സ്ക്വയർ. ദെൻ ടി എ ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടി എ ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ എം ബൈ ഡി ടി സ്ക്വയർ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ത് വരും, ഡി തീറ്റ എം ബൈ ഡി ടി. ഓക്കെ, അത് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ ടി എ ഈസ് ഈക്വൽ ടു എന്താണ്, ആക്സിലറേറ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു ടി എം മൈനസ് ടി ഇ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ രണ്ട് ഇക്വേഷനും അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ദെൻ നമ്മുടെ ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് എച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സ്റ്റോർഡ് കൈനറ്റിക് എനർജി ഇൻ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ടു ദ മെഷീൻ റേറ്റിംഗ് ഇൻ എം വി എ. ഓക്കെ, അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ഹാഫ് ജെ ഒമേഗ എം സ്ക്വയർ ബൈ എസ്. എസ് എന്ന് പറയുന്നത് നമുക്കിവിടെ വി എ ബേസ് ആയിട്ട് എഴുതണം. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ജെയുടെ ഇക്വേഷൻ മാത്രം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഈ ജെയുടെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ കണ്ടുപിടിച്ച് ടി എം മൈനസ് ടി ഇ എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്നു. ദെൻ നമ്മൾ ആ ഒമേഗ 0 എം സ്ക്വയറിൽ നിന്ന് ഒരു ഒമേഗ 0 എം എന്ത് ചെയ്യും, ഒമേഗ എം ബൈ ഒമേഗ 0 എമ്മിൻ്റെ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് വരും, നമ്മുടെ ഈ വി എ ബേസ് ബൈ ഒമേഗ 0 എം എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവരും. റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ അതെന്താവും, ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ വരുമ്പോൾ എന്ത് വരും, പെർ യൂണിറ്റ് വാല്യൂ ആവും. അപ്പോൾ എല്ലാ സംഭവം എന്താണ്, പെർ യൂണിറ്റ് വാല്യൂ. അതാണ് ഈ ബാർ ഇട്ടേക്കുന്നത്, ടി എം ബാർ മൈനസ് ടി ഇ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒമേഗ എം എന്താണ്, ആംഗുലർ വെലോസിറ്റി ഓഫ് റോട്ടർ വിത്ത് റെസ്പെക്ട് ടു സ്റ്റേഷനറി റെഫറൻസ് ആക്സിസ്. ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു, നമ്മൾ ഇലക്ട്രിക്കൽ ഡിഗ്രീസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്ലൈങ് ബൈ പി ബൈ 2. അപ്പോൾ പി ബൈ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ അതും പെർ യൂണിറ്റ് വാല്യൂലാകുമ്പോൾ എന്ത് വരും, ഒമേഗ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ടി എം ഡാഷ് മൈനസ് ടി ഇ ഡാഷ്. ദെൻ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് റോട്ടർ വിത്ത് റെസ്പെക്ട് ടു സിങ്ക്രണൈസിങ് റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എടുത്ത ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്, റോട്ടർ വിത്ത് റെസ്പെക്ട് ടു സിങ്ക്രണൈസിങ് റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം. അപ്പം ഒമേഗ ആർ ടി മൈനസ് ഒമേഗ 0 ടി, അതായത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, ഒമേഗ ആർ ടി മൈനസ് ഒമേഗ 0 ടി പ്ലസ് ഡെൽറ്റ 0 അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ. ദെൻ നമ്മൾ എന്താണ്, ഡി ഡെൽറ്റ ബൈ ഡി ടി അതെടുക്കുമ്പോൾ എന്ത് വരും, ഒമേഗ ആർ മൈനസ് ഒമേഗ 0 മാത്രം വരും. അതായത് നമ്മുടെ
ആ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഡെൽറ്റ ഒമേഗ ആർ. ഓക്കെ, ഈ ഡെൽറ്റ ഒമേഗ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ പെർ യൂണിറ്റ് വാല്യൂവിൽ എങ്ങനെ എഴുതാൻ പറ്റും? അതിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ, അതായത് ഡെൽറ്റ ഒമേഗ ആർ ഡാഷ് ബാർ ഇൻറ്റു എന്താണ് അതിൻ്റെ ബേസ് വാല്യൂ എന്താണ് ഒമേഗ 0. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതും. ദെൻ നമുക്ക് സിങ് ഇക്വേഷൻ വെച്ചിട്ട് എന്തറിയാം? ഡി ബൈ ഡി ടി ഒമേഗ ആർ ബാർ എന്ന് പറയുന്നത് 1/2h ഇൻറ്റു എന്താണ് ടി എം ബാർ മൈനസ് ടി ഇ ബാർ. ഫ്രം ഇക്വേഷൻ 3 ഏതാണ് നമ്മുടെ ഇക്വേഷൻ 3 ഏതാണ്? ഇക്വേഷൻ 3 ഇതാണ്. അപ്പോൾ ഇക്വേഷൻ 3യിൽ നിന്നാണ് നമ്മൾ ആ ഇക്വേഷൻ എഴുതിയത്. ഓക്കെ, ദെൻ ഡാമ്പിംഗ് ടോർക്ക് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ടി ഡി ആംഗിൾ ടി ഡി പ്രൊപ്പോർഷണൽ ടു ഒമേഗ ആർ ആണ്. ടി ഡി പ്രൊപ്പോർഷണൽ ടു ഒമേഗ ആർ എടുക്കുമ്പം ഡെൽറ്റ ടി ഡി ഈസ് ഈക്വൽ ടു എന്താണ് കെ ഡി ഡെൽറ്റ ഒമേഗ ആർ ആയിട്ട് എടുക്കും. ഓക്കെ, കെ ഡി ഡെൽറ്റ ഒമേഗ ആർ ആയിട്ട് എടുക്കും. ദെൻ ഡി ബൈ ഡി ടി ഓഫ് ഡെൽറ്റ ഒമേഗ ആർ എന്താണ്? നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ, അതായത് ഈ സിങ് ഇക്വേഷൻ വെച്ചിട്ട് എഴുതിയ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഡാമ്പിംഗ് ടോർക്ക് കൂടെ കൺസിഡർ ചെയ്യും. ഡാമ്പിംഗ് ടോർക്ക് കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മൈനസ് കെ ഡി ഡെൽറ്റ ഒമേഗ ആറും കൂടെ വരും. ഓക്കെ, ഇനി ഡി സ്ക്വയർ ഡെൽറ്റ ബൈ ഡി ടി സ്ക്വയർ, അതായത് നേരത്തെ എഴുതിയ ഡി ഡെൽറ്റ ബൈ ഡി ടിയുടെ ഇക്വേഷനിൽ ഡി സ്ക്വയർ ഡെൽറ്റ ബൈ ഡി ടി സ്ക്വയർ എടുക്കുമ്പോൾ ഒമേഗ 0 ഇൻറ്റു ഡെൽറ്റ ഒമേഗ ആർ ബാർ എന്ന് വരും. ദെൻ ഡി ബൈ ഡി ടിക്ക് പകരം നമ്മൾ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഡി ബൈ ഡി ടി എന്ന് പറയുന്നതിനും പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? പി ഇൻറ്റു ഡെൽറ്റ ഒമേഗ ആർ ബാർ ഈസ് ഈക്വൽ ടു ബാക്കി ഇക്വേഷൻ അതുപോലെ ഡെൽറ്റയിലും പി ഡി ബൈ ഡി ടിക്ക് വരും പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബാക്കി സെയിം ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ടിക്ക് പകരം നമ്മൾ ആദ്യം കണ്ടുപിടിച്ചായിരുന്നു കെ എസ്, സിങ്ക്രണൈസിങ് കോഎഫിഷ്യൻറ്റ് വെച്ച് കെ എസ് ഇൻറ്റു ഡെൽറ്റ കണ്ടുപിടിച്ചു. അത് തിരിച്ച് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം നമുക്ക് എന്തൊക്കെ ഇക്വേഷൻ വന്നു? ഡെൽറ്റയുടെ ഇക്വേഷൻ വന്നു, ഒമേഗ ആറിൻ്റെ ഇക്വേഷൻ വന്നു. ഇനി നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷനായിട്ട് എഴുതുവാണ്. സ്റ്റേറ്റ് ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്താണ് സ്റ്റേറ്റ് സ്പേസിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഡെറിവേറ്റീവായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഡെൽറ്റ എന്ത് വരും? ഡോട്ട് ഇട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഒരു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോട്ട്, 2 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡബിൾ ഡോട്ട് വരും. ഓക്കെ, ഡെൽറ്റ ഒമേഗ ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? മറ്റേ ഇക്വേഷനിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? നമുക്ക് ഒമേഗ ആറിൻ്റെ ടേമും ഉണ്ട്, ഡെൽറ്റയുടെ ടേമും ഉണ്ട്. അപ്പോൾ ഒമേഗ ആറിൽ വന്ന എന്താണ്? കെ ഡി മൈനസ് കെ ഡി ബൈ 2h ആൻഡ് ഡെൽറ്റയുടെ ടേമിൽ എന്താണ്? മൈനസ് കെ എസ് ബൈ 2h. ഓക്കെ, ഇനി ഡെൽറ്റ ഡോട്ട് വരുമ്പോൾ എന്ത് വരും? അവിടെ ഒരു ടേമല്ലേ ഉള്ളൂ, അതായത് എന്താണ്? ഒമേഗ 0 ഇൻറ്റു ഡെൽറ്റ ഒമേഗ ആർ ബാർ, അത് സബ്സ്റ്റിറ്റ്യൂട്ട്. ദെൻ ഒരു ടേമും കൂടെ ഉണ്ട്, എന്താണ്? ടി എം ബൈ 2h എന്ന് പറയുന്നത്. അത് ഈ ഒമേഗ ആറിൻ്റെ ടേമിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് 1/2h നമ്മൾ മെട്രിക്സിൽ എഴുതിയിട്ട് ദെൻ ടി എം ബാർ. ഇതാണ് നമ്മുടെ സിങ് ഇക്വേഷൻ്റെ സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിനെ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷനിൽ എഴുതും. ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് അതുപോലെ തന്നെയാണ് എഴുതുന്നത്. ഫസ്റ്റ് ഒരു ടി എം എന്ന് പറയുന്നത് ഇൻപുട്ടായിട്ട് കൊടുക്കും. ദെൻ നമ്മൾ ഒരു ഡെൽറ്റ ഒമേഗ ആർ ഡോട്ട് നമ്മൾ ചുമ്മാ എടുക്കുന്നു. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒമേഗ ആർ കിട്ടുന്നത്, ഒമേഗ ആർ ബാർ കിട്ടുന്നത്? അതിനെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ 1/s ഇൻറ്റു അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ 1/2h എന്ന് പറയുന്നത്. ഓക്കെ, അത് കിട്ടും. ദെൻ അവിടുന്ന് നമുക്ക് കെ ഡി ഇൻറ്റു അല്ലേ ആ സംഭവം വരുന്നത്. അപ്പോൾ അവിടെ ഒരു കെ ഡി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് കൊടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് അവിടെ വേറെ ഏത് ടേമുണ്ട്? ഈ ഒമേഗ ആറിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഡെൽറ്റ കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു ഒമേഗ 0 നമ്മൾ ഡെൽറ്റ ഡോട്ടിൻ്റെ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒമേഗ 0 ഇൻറ്റു ഡെൽറ്റ ഒമേഗ ആർ. അപ്പോൾ അതിനെ ഒന്നും കൂടെ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഇതിപ്പോൾ ഡെൽറ്റ കിട്ടും. ദെൻ അതിനെ ഒന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് ഡെൽറ്റ കിട്ടും. ദെൻ അതിൻ്റെ കൂടെ ഒരു കേസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മുടെ അടുത്ത ടേം വരും, ഒമേഗ ആർ ഡോട്ടിൻ്റെ അടുത്ത ടേം വരും. അങ്ങനെയാണ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് ഓരോ ഇക്വേഷൻസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. ഓക്കെ, ബ്ലോക്ക് ഡയഗ്രത്തിന് ഡെൽറ്റയുടെ ഇക്വേഷൻ എന്താണ്? ഒമേഗ 0 എസ് ഇൻറ്റു ഡെൽറ്റ ഒമേഗ ആർ ബാർ. ഓക്കെ, ഇനി ആ ഒമേഗ ആർ ബാറിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/2hs ഇൻറ്റു ഡെൽറ്റ ഒമേഗ ആർ ഡോട്ട്. ഓക്കെ, ഇനി ആ ഒമേഗ ആർ ഡോട്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് സ്പേസ് ചെയ്തെടുത്ത് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഡെൽറ്റ ഡോട്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? ഒമേഗ 0 ഇൻറ്റു ഡെൽറ്റ ഒമേഗ ആർ.
ഓക്കെ, അവിടെയും എന്ത് ചെയ്യണം, ഡെൽറ്റ കണ്ടുപിടിക്കാൻ ബൈ ഒരു എസ്സും കൂടി ഇട്ട് കൊടുക്കണം. അതിൽ നിന്ന് ഡെൽറ്റ ഒമേഗ ആർ ബാറിൻ്റെ ഇക്വേഷൻ മാത്രമായിട്ട് എഴുതണം. ഇനി നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതിയായിരുന്നു. ഓക്കെ, അവിടെ നമ്മൾ ഈ ഡെൽറ്റ ഒമേഗ ആറിൻ്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമുക്കിപ്പോൾ എന്തൊക്കെ വന്നു, ഇതൊന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോമിൽ വരും. അതായത് S² കോൺസ്റ്റൻറ്റ് ടേമിൽ വരും. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ചെയ്യുമ്പോൾ എന്താണ് S² പ്ലസ് KD/2HS പ്ലസ് KS ω0/2H is equal to 0. ഓക്കെ, ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്, S² പ്ലസ് 2θ ωnS പ്ലസ് ωn² is equal to 0. അപ്പോൾ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ωn² പകരം നമുക്ക് എന്താണ് അവിടെ കിടക്കുന്നത്, KS ω0/2H. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ωn വാല്യൂ കിട്ടും. ദെൻ 2θ ωn പകരം എന്താണ് കിടക്കുന്നത്, KD/2H. ഓക്കെ, ആ KD/2H ആണ് കിടക്കുന്നത്. ഇവിടെ ωn പകരം എന്താണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ഈ വാല്യൂ √KS.ω0/2H എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് സീറ്റയുടെ ഒരു വാല്യൂവും കിട്ടും. ഓക്കെ, സീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഡാമ്പിംഗ് റേഷ്യോ. ദെൻ നമ്മൾ ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് എച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് എച്ച് എന്ന് പറയുന്നത് സ്റ്റോർഡ് എനർജി അറ്റ് റേറ്റഡ് സ്പീഡ് ഇൻ MW/MVA റേറ്റിംഗ്. അപ്പോൾ അതെന്ത് വരും, മെഗാവാട്ട് ഫോമിലാണ്. അപ്പം 1/2 Jω0m ഇൻറ്റു 10⁻⁻6/MVA റേറ്റിംഗിൽ വരും. അപ്പോൾ ω0m എന്ന് പറയുന്ന റേറ്റഡ് സ്പീഡ് ഇൻ മെക്കാനിക്കൽ റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അതിനെ അപ്പം എന്ത് ചെയ്യും, 2π ഇൻറ്റു റൊട്ടേഷൻസ് പെർ മിനിറ്റ് RPM/60. ഓക്കെ, അതിനെ അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എച്ചിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ WR² നിന്ന് എച്ച് എങ്ങനെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെ ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ WR² നമ്മൾ എച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ WR² എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് റൊട്ടേറ്റിംഗ് പാർട്സ് മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയൻസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, ഇൻ എന്താണ് LB ഫീറ്റ് സ്ക്വയർ. അതെന്ന് പറഞ്ഞാൽ ഒന്ന് വെയ്റ്റിൻ്റെ ഫോമും ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റേഡിയൻസ്. ഓക്കെ, ദെൻ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു കോമൺ നമ്മളെന്താണ് ചേഞ്ച് ചെയ്യത്തില്ലേ, നമ്മളിപ്പം ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഇത്. അപ്പോൾ ω² അതിൽ സ്ലഗ് ഫീറ്റ് സ്ക്വയറിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് വരും, ബൈ 32.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ എന്താണ്, നമ്മളെന്താണ് ഫീറ്റിനെ മാറ്റാം. ഫീറ്റിനെ എന്താണ്, ഇനി നമുക്ക് നമുക്ക് വേണ്ടത് എന്താണ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഫോം ആണ് നമുക്ക് വേണ്ട യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ നമ്മൾ എന്തിനെ മാറ്റും, മീറ്റർ കൊണ്ട് 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു എത്രയാണെന്നുള്ളതുണ്ട്. അപ്പം സ്ലഗ് ഫീറ്റ് സ്ക്വയറിനെ നമുക്ക് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആക്കാൻ 1/0.0685 ഇൻറ്റു 3.281 സ്ക്വയർ 180 കൊണ്ടിട്ട് എന്ത് ചെയ്യുന്നു, ഫീറ്റ് സ്ക്വയർ അല്ലേ, അപ്പം ഒരു സ്ക്വയർ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതാണ് 1.356 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി എന്താണ്, അത് നമ്മൾ ω² ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ ജെ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് വരും, ω² ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻറ്റു എന്താണ്, ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബൈ 32.2. അപ്പോൾ എന്തിൽ വന്ന് സ്ലഗ് ഫീറ്റ് സ്ക്വയറിലാണ്. ഇനി അതിനെ കിലോഗ്രാം മീറ്റർ സ്ക്വയറിലാക്കാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 1.356. ഓക്കെ, അപ്പോൾ ജെ എന്തിലാണ്, നമ്മൾ ഇങ്ങനെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റോട്ടർ എന്താണ്, ω² തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ബൈ 32.2 അത് ചെയ്യുമ്പോൾ സ്ലഗ് ഫീറ്റ് സ്ക്വയറിലാവും ഇൻറ്റു 1.356 കൂടെ ചെയ്യുമ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയറിലാവും. ദെൻ ഇനി നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം നേരത്തെ എച്ചിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് ഈ ജെയുടെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ജെ എന്താണ് നമുക്ക് വന്നില്ലേ, ω² ഇൻറ്റു 1.356/32.2 ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 2.31 ഇൻറ്റു 10⁻⁻10 എന്ന് പറയുന്ന ഒരു കോമൺ ഇക്വേഷൻ കിട്ടും. ഇതാണ് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ജെ, അതുപോലെ ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് എച്ച്, സ്റ്റോർഡ് എനർജി, മെക്കാനിക്കൽ സ്റ്റാർട്ടിംഗ് ടൈം കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് WR² തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ്
ആ വാല്യൂ ആണ് ഇവിടെ തന്നേക്കുന്നത്. 654,158 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ തന്നിട്ടുണ്ട്. അതുപോലെ എന്താണ് MVA റേറ്റിംഗും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് WR² വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ J കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ J കണ്ടുപിടിച്ചു. ദെൻ ആ J വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? H കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കുള്ള റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്താണ്? 3600 ആയിട്ട് എടുത്തു. നമുക്ക് MVA റേറ്റിംഗ് എന്താണ്? 555 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് H കണ്ടുപിടിച്ചു. ഇനി സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നത് എന്താണ്? = H × MVA റേറ്റിംഗ് അല്ലേ? ഓക്കെ, H × MVA റേറ്റിംഗ്. അപ്പോൾ H അറിയാം. ദെൻ MVA റേറ്റിംഗ് എന്താണ്? 555. മെക്കാനിക്കൽ സ്റ്റാർട്ടിംഗ് ടൈം TM എന്ന് പറയുന്നത് എന്താണ്? 2 × H ആണ്. 2 × ഇനേർഷ്യ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇനേർഷ്യ കോൺസ്റ്റൻറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ സ്റ്റാർട്ടിംഗ് ടൈമും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ മോഡ്യൂൾ 1-ലും ഉണ്ട്, മോഡ്യൂൾ 3-ലും ഉണ്ട്. സിംഗിക്കേഷൻ അല്ലെങ്കിൽ സിംഗിൾ സ്മോൾ സിഗ്നൽ സ്റ്റെബിലിറ്റി ഓഫ് സിംഗിൾ സിസ്റ്റം, ഇൻഫിനിറ്റ് ബസ് സിസ്റ്റം. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് മോഡ്യൂളിലും ഉണ്ട്, തേർഡ് മോഡ്യൂളിലും ഉണ്ട് ഈ പാർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സിങ്ക്രണസ് മെഷീൻ മോഡലിംഗ് ആണ്. ഓക്കെ.